ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു BR റാങ്കഡ് മാച്ച് ഗെയിം പ്ലേ ആണ്. നമ്മുടെ ഗിൽഡ് ലീഡറുമായിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ ഡുവോ ആണ് കളിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലെ വീഡിയോസ് കിട്ടുന്നതാണ്. നമ്മളിവിടെ ഈ കളി മേടിക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഗ്രേവ് യാർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഗ്രേവ് യാർഡ് ഇന്ന് മാക്സിമം ലൂട്ട് എടുത്തിട്ട് കളിക്കാനാണ്. ബ്ലൂ സോണിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾക്ക് 94 കിട്ടിയിട്ടുണ്ട് ലോങ് റേഞ്ച് കളിക്കാൻ. അവിടെ നിറച്ച് ടോക്കൺ കിടക്കുന്നു ഗൈസ്. നമ്മളിവിടെ മാക്സിമം ലൂട്ട് എടുക്കണം. നമുക്ക് SKS ഇട്ടിട്ടുണ്ട്. SKS 94 ഷോർട്ട് റേഞ്ച് കണ്ണ് ഇതിലായിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ നോക്കുവാണ് ഷോർട്ട് റേഞ്ച് കണ്ണ് കിട്ടാനായിട്ട്. ൂസോണായിട്ട് ഇവിടെ അങ്ങനെ വലിയ ലൂട്ടൊന്നും കാണുന്നില്ല. ബാഗ് ഓപ്പൺ ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് സെറ്റായിട്ട് നമ്മൾ തറയിൽ പോയി ലൂട്ടാനാണ്. നമുക്കിവിടെ MP5 ഇട്ടിട്ടുണ്ട്. MP5 സെക്കൻഡ് ആക്കിയിട്ടുണ്ട് ചിപ്പിട്ട്. ഷോർട്ട് റേഞ്ച് കളിക്കാൻ നമ്മൾ മാക്സിമം SKS MP5 ഇട്ട് കളിക്കാൻ നോക്കുന്നതാണ്. നമ്മളിവിടെ എല്ലാം ടെക് വർക്ക്ഷോപ്പ് പണിയാൻ പോണ്. റാങ്ക് കൂട്ടാനുള്ള സാധനമാണിത്. നമ്മളിവിടുത്തെ ടോക്കനൊക്കെ വാരി പൊക്കാനുള്ള ടോക്കനൊക്കെ സെറ്റാക്കി വെച്ച് ലെവൽ 3 വെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ കൊടുത്ത് നല്ല അടി അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നമുക്ക് അവനെ ഫിനിഷ് ആക്കിയിട്ട് അവൻ്റെ ലൂട്ടിൽ പുളിയെങ്ങാണ്ട് പോയി ഇറങ്ങി ഇവിടെ നിന്നെയാണ്. എനിക്കിവിടെ തോന്നുന്നു ഇവിടെ ഇവൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. നമുക്ക് അവൻ്റെ എനിമീൻ്റെ ലൂട്ടൊക്കെ സെറ്റാക്കി സൂപ്പർമെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇവിടെ ലാൻഡ്മൈനും വെച്ച് കുറച്ച് AR-M SMG ഒക്കെ എടുത്ത് പോവാണ് ഗൈസ്. നമ്മൾ ഈ കളി മാക്സിമം അടിക്കാനാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ മണി പറയുന്നുണ്ട് ഫ്രണ്ട് എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. നമ്മൾ അവൻ്റെ കൂടെ കയറുവാണ്. നമ്മുടെ ബുൾസയിൽ എനിമി ഉണ്ടെന്നാണ് പറയുന്നത്. ഡ്രോപ്പൊക്കെ കിടക്കുന്നത്. നമുക്ക് ഫൈറ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. നമ്മൾ കയറുവാണ്. അവനടിക്കാൻ കഴിയുന്നുണ്ട്. കാർ വെച്ച് നമ്മൾ SKS വെച്ച് അടിക്കാൻ നോക്കി. പക്ഷെ ഡാമൊന്നും കയറിയിട്ടില്ല. നമുക്ക് നല്ല ഡാമ് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാം ഫ്ലെയർ കണ്ണെടുത്ത് എറിഞ്ഞു. പക്ഷേ അത് ഫ്ലെക്സിനകത്ത് പോയിരുന്നു. ഏറ്റില്ലെന്ന്. രണ്ടാമതൊരു ഫ്ലെയർ ഇട്ട് നല്ല അടിയടിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. 2 പേരുണ്ട് ഗൈസ്. അവൻ ടീമാണ്. ഒരുത്തൻ വീടിൻ്റെ ടോപ്പ് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തലയ്ക്ക് വെച്ചടിക്കാൻ അവനെ തല കിട്ടിയില്ല. കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് നമുക്ക് സോം പിടിക്കാന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ നിന്ന പണിയാണ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് സോം പിടിക്കാം. നമ്മൾ മണിയെടുത്ത് പറഞ്ഞിട്ട് നമുക്ക് സോം പിടിക്കാന്ന്. നമ്മൾ അടിക്കുന്നില്ല. നമ്മൾ മാക്സിമം കളിയെടുക്കാനാണ് നോക്കുന്നത്. മണിയെടുത്ത് പറഞ്ഞിട്ട് നമുക്ക് സോം പിടിക്കാം. നമ്മൾ ഫ്രണ്ട് വെക്കുമ്പോൾ ചിപ്പാന്ന് തോന്നുന്നത് ഗൈസ്. നോക്കിയപ്പോൾ ചിപ്പല്ലായിരുന്നു, വേറെ ഏതോ കണ്ണു ഫസ്റ്റ് ആയിരുന്നു. ചിപ്പ് കിട്ടിയായിരുന്നെങ്കിൽ MP5 ഒന്ന് മാക്സ് ആക്കായിരുന്നു. ഇവിടെ റിപ്പയർ കിറ്റ് എടുത്ത് നമ്മൾ സോം പിടിക്കാനാണ് നോക്കുന്നത്. ഓടി സോം കയറാം ഗൈസ്. നമ്മൾ ആർസലിനകത്ത് നോക്കിയപ്പോൾ ആർസലിനൊക്കെ തൂത്തുവാരി ആരാണ്ടൊക്കെ ഇട്ടേക്കുന്നു. ആർസലിനകത്തൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ ലഭിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഫ്രണ്ട് എന്തോ ഫൈറ്റോ ഇതാണ് നടക്കുന്നതാണെന്നാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ ഒരു വണ്ടി പോണു ഗൈസ്. വണ്ടിക്കകത്ത് 2 പേര് ഇറങ്ങി ഗൈസ്. നമ്മളെ ഒത്തിരി ഓണാക്കി 2 പേരെ അടിച്ച് ഡൗണാക്കി ഗൈസ്. ആ വണ്ടിക്കകത്ത് വന്ന് 2 പേരെ അടിച്ച് കഴിഞ്ഞ ഒരു ഫെയർ ഇട്ട് LCF-ലാണ് ഒരുത്തൻ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കില്ല് ഇതിലായിട്ടും കിട്ടിയിട്ടില്ല. അവൻ കുമ്മിയെന്നാണ് തോന്നുന്നത്. LCF-ന് അവൻ അടിക്കുന്നുണ്ട്. നമുക്ക് ഒരുത്തനാണെങ്കിൽ വണ്ടി ഡാമേജ് ആയി പോകുന്നുണ്ട്. നമുക്ക് അവനെ അടിക്കാൻ കയറാം.
നമ്മുടെ കില്ല് 2 പോയിട്ടുണ്ട്. LCP തപ്പി നിൽക്കുമ്പം നമ്മളവിടെ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് 2 enemies ഉണ്ട് ഗൈസ്. നമ്മളെ ലൈഫ് അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ലൈഫിലില്ല. പക്ഷെ അവനെ പൊക്കാനായിട്ട് അവൻ്റെ ടീം അപ്പം തന്നെ കയറിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഒരു ഗ്ലൂ ഇട്ടിട്ട് മെഡ് അടിക്കണം. മെഡിലെ കയറി അവന്മാർ അടിച്ചുറങ്ങും. നമ്മൾ മെഡ് ഗ്ലൂ ഇട്ടിട്ട് ഒരു മെഡ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ലൈഫൊക്കെ. ബാക്കിൽ നിന്ന് ഒരുത്തനുണ്ടായിരുന്നു. അവൻ കയറുമെന്നൊരു TK മണി അങ്ങനെ കയറി ഒരുത്തനെ അടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അവൻ പളമാകുമെന്ന്. അവൻ്റെ ലൈഫൊക്കെ പോയി. ഓ ഗൈസ് അവൻ വൈപ്പോട്ട് എടുത്ത് 2 പേരെ അവനങ്ങ് കയറി അങ്ങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൂട്ടിൽ നിന്ന് MP5 മാക്സ് കിട്ടിയിട്ടുണ്ട്. MP5 സെക്കൻഡ് മാറ്റി MP5 മാക്സ് എടുത്ത് അങ്ങനെ റിപ്പയറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായിട്ട് നമ്മൾ സ്ട്രിപ്പിലോട്ട് കയറാനാണ് നോക്കുന്നത്. ലൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മെഡും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. നമ്മളതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ സ്ട്രിപ്പിലോട്ട് കയറണം. ഒരു ലാൻഡ് മൈൻ നമുക്ക് ആ ലൂട്ടിനകത്ത് വെക്കാം. ആരെങ്കിലും ലൂട്ട് എടുക്കാൻ പറ്റുന്നത് അതിനകത്ത് ഡാമേജ് കിട്ടുമല്ലോ. ഡ്രോപ്പിനകത്ത് നോക്കുമ്പോൾ ഗൈസ് M4A1 മാക്സ് കിടക്കുന്നു. നമ്മൾ തൽക്കാലം SKS ഇട്ടാണ് കളിക്കുന്നത് മാക്സിമം. ലാസ്റ്റ് വരെ SKS MP5 ഫ്രണ്ട് ഗൈസ് ഫൈറ്റ് ചെയ്യണം ഗൈസ്. ആരുടെ പൊക്കാൻ മാത്രമുണ്ട് സ്ട്രിപ്പിനകത്ത്. നമ്മളങ്ങനെ കയറി ചെല്ലുവാണ്. കുറേ എനിമീസ് ഉണ്ടാകും സ്ട്രിപ്പിൽ. കുറേ എനിമീസ് ഉണ്ട് ഗൈസ്. 2-3 ടീമുണ്ടെന്ന് തോന്നുന്നു. 2-3-4 ടീമുണ്ട് സ്ട്രിപ്പിലായി. നമ്മൾ നേരെ ആ ടെക്വർഷിപ്പിൽ പോയി മറ്റേ സാധനം പണിയാൻ നോക്കുവാണ്. അത് സെൻസർ ബീഗം പണിയാണ് നമുക്ക്. അറിയാൻ പറ്റില്ല. ഫുള്ള് ഫ്രണ്ടിൽ ഫുൾ എനിമിയാണ്. 4-5 എനിമീസ് തന്നെ നമ്മളെ തൊട്ട് ഫ്രണ്ടിലോട്ടുണ്ട്. നമ്മൾ LCPൻ്റെ ടോപ്പിൽ കയറി അടിക്കാൻ നോക്കുകയാണ് മാക്സിമം. ഫ്രണ്ട് കാറിൻ്റെ കവറൊക്കെ എടുത്ത് നിൽക്കുന്നത്. നമ്മൾ നല്ല ഡാമേജ് കൊടുത്ത് കാണിച്ചു. അവനെ ആരാണ്ട് കില്ല. ആ കില്ല് കുമ്പി കാണിച്ചു. എൻ്റെ കില്ലെല്ലാം ഇങ്ങനെ കുമ്പി പോവാണ്. നമ്മൾ TK മണി റഷ് അടിച്ച് അവൻ ഡൗൺ ആയി. നമ്മൾ നേരെ എനിമിയുടെ കീഴിലോട്ട് കയറി ചെല്ലുവാണ്. നമ്മുടെ ടീമിനെ അടിച്ചാലും നമുക്ക് അടിക്കണം കഴിച്ചു. മാക്സിമം കുത്തിപ്പിടിച്ചാൽ കിട്ടിയിട്ടുണ്ട് അവർ. നമ്മൾ തിരിച്ചാക്കിയിട്ട് ഫ്രണ്ടിന് നേരെ അടി കഴിച്ചു. ഇവിടെ നിന്നതിന് പണിയാണ്. നമ്മൾ ബാക്ക് വലിച്ച് പോകാൻ നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് അടിക്കുന്ന ഒരു ഗ്ലൂ ഇട്ട് ഫുള്ളടിയാണ്. നമ്മളെങ്ങനെ കവർ എടുത്ത് മെഡടിച്ചിട്ട് നമുക്ക് സിപ്പ് പിടിച്ച് പോകാം കഴിച്ചു. സിപ്പ് പിടിക്കാൻ നോക്കുമ്പോൾ സിപ്പിനകത്ത് ബഗ് അടിച്ചിരിക്കുന്നത് യൂസ് ആവുന്നില്ല. അങ്ങനെ നമ്മൾ ഓടിപ്പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സൈഡ് കറങ്ങി ഓടിപ്പോകാം. നേരെ പോയാൽ അടി കിട്ടും. നമ്മുടെ ബാക്കിൽ നിന്ന് ഒരുത്തം വരുന്നുണ്ടായിരുന്നു. നമ്മളെ LCP ഇരുന്ന് കില്ല് കുമ്മിയോന്. നമ്മൾ നേരെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തോട്ടാണ് ഓടി കയറുന്നത്. നമ്മുടെ ടീമിനെയും കാര്യങ്ങളെയൊക്കെ പൊക്കണം. അല്ലെങ്കിൽ കളി കയ്യിൽ നിന്ന് പോകും. സോണിൻ്റെ വിളി അറിയുമ്പോൾ ലൈഫൊക്കെ നല്ല വൃത്തിക്ക് കുറയുന്നുണ്ട്. നമുക്ക് ആ പാറയുടെ ബാക്കിൽ കവർ എടുത്തിട്ട് ഒരു മെഡും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായിട്ട് നമുക്ക് ക്ലോക്ക് ടവറിലോട്ട് കയറാം. റിപ്പയറും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ ക്ലോക്ക് ടവറിലോട്ടാണ് പൊക്കാനായിട്ട് കയറുവാണ്. നമ്മുടെ ടീമിനെ നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്ന കാര്യം. നമ്മളങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ടി വരും. നമ്മൾ വിജ്ഞാനപ്പനെ കടന്ന് ഒരു ദുവാദം ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വണ്ടിയുടെ എനിമിയുടെ കൂടെ കയറി നമ്മൾ പോയിട്ടുണ്ട്. നമുക്ക് അവനെ കൊല്ലണം കഴിച്ചു. ഇവിടെ തന്നെ കൊല്ലണം. നമ്മൾ പയ്യെ ചാടി ഇറങ്ങാനായിട്ട് നമ്മൾ നോക്കുന്നു. ഈ ചാടി ഇറങ്ങി നമ്മൾ SKS മാക്സിമം ഡാമേജ് കൊടുക്കും. 46, 49 വണ്ടി അടിച്ച് നമ്മൾ പൊട്ടിക്കുക കഴിച്ചു. അവനെ വണ്ടി നമ്മൾ അടിച്ച് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ SKS വെച്ച് അവനെ അടിക്കാൻ നോക്കുകയാണ്. അവന് 12, 75 അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട് കാര്യം. നമ്മുടെ കില്ല് അതും കുമ്പി കായ്സ്. നമ്മുടെ കില്ലെന്ന് അങ്ങനെ കുമ്പി പോവാണ് കായ്സ്. നമുക്ക് ഒരു കില്ല് പോലും കിട്ടുന്നില്ല. നമ്മൾ എത്ര പേരെ അടിച്ചിട്ടാണ് നമുക്കൊരു കില്ല്. വേറൊരു കാറിനകത്ത് നമ്മൾ ഒറിയോണിട്ട് അത് വേറെ പോക്കാണ്. നോക്കുന്നില്ല. നമുക്ക് ടീമിനെ പൊക്കിടണം. നമ്മുടെ മണിയെ പൊക്കിടണം. ഫ്രണ്ട് പൊക്കാനായിരുന്നു വേറൊരു രീതി കഴിച്ചു. അത് തലമുറ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ടീമിനെ പൊക്കിയിടാം. അപ്പം മണിയെ പൊക്കിയിടുന്നുണ്ട്. ഗ്ലൂ അടിച്ചിട്ട് ആ കില്ലെ അവൻ്റെ എനിമിയുടെ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ നേരെ ഇറങ്ങുവാണ്. ക്ലോക്ക് ടവർ ചെയ്ത് ക്ലോക്ക് ടവർ ഫുള്ള് സോൺ കയറിയിട്ടുണ്ട്. 12 പേര് അലവും 3 കില്ലും ഉണ്ട്. നോക്കുമ്പോൾ ഫാക്ടറി നമ്മൾ ലോഞ്ചർ ഇട്ട് മാക്സിമം ഡാം കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഗ്ലൂ കാര്യങ്ങളൊക്കെ അടിച്ച് പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. SKS ഇട്ട് നമ്മൾ പറ്റുന്ന രീതിയൊക്കെ ഡാമേജ് കൊടുത്താണ് ലൈഫ് കുറച്ചേ ഉള്ളത്. ഇപ്പം മരത്തിൻ്റെ ബാക്കി പ്രോപ്പർ കവർ എടുത്തിട്ടുണ്ട്. നമുക്ക് പയ്യെ ഒരു ലോഞ്ച് വരട്ട് പോകാനായിട്ട് പോകുമ്പോൾ കൈ കെട്ടി അങ്ങ് എനിമിയുടെ കീഴിലോട്ട് പോയി നമ്മൾ പടമായെന്നാണ് തോന്നുന്നത്. നമ്മുടെ പടമായെന്നാണ് തോന്നുന്നത്. നമ്മുടെ ലൈഫും കാര്യങ്ങളും നല്ല വൃത്തിക്ക് ഡൗൺ ആകും. അവനത് മരത്തിൻ്റെ ബാഗിൽ കവർ എടുത്തിരുന്നത് P90 മാക്സിമം നമ്മുടെ ടീം പവർ ആയി. നമ്മുടെ മണി കയറിയത് അവനെ അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്.
നമ്മുടെ ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ഫാക്ടറിയിലും നമ്മുടെ സൈഡിലൊക്കെ ഫുൾ എനിമീസാണ്. 7 പേര് അലൈവും ഉണ്ട് കഴിച്ച്, 7 പേര് അലൈവും, 7 അലൈവും 3 കില്ലും. നോക്കുമ്പോൾ ഗൈസ് ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ ഓടുന്നു, ഡ്രോണൊക്കെ വിടുന്നുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട് ഇരിക്കും ഗൈസ്, ഫാക്ടറിയുടെ ഫ്രണ്ട് ഇരിക്കുന്നു. വേറെ അടി വരുന്നു ഗൈസ്. ആള് കയറി ഇട്ട് അവന് ചറ പറയുന്നിട്ട് അടിക്കുവാണ്. നമ്മളൊരു സൂപ്പർമെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായിട്ടൊരു റിപ്പയർ അടിച്ച് നമ്മളിരുന്ന ഫ്ലാറ്റ് ഫ്രീസറെടുത്ത് 2 എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ ഓടി ഫ്രണ്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവൻ എസ്കേസിന് മാക്സിമം ഡാമേജ് കൊടുത്ത് അവന് വേറെ ഫൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റ് എടുക്കുവായിരുന്നു. നമ്മൾ ഡ്രോണൊക്കെ ഇട്ട് വെച്ചാൽ ഡ്രോൺ അടിച്ചാൽ പൊട്ടിക്കാൻ ഡ്രോൺ അടിച്ച് പൊട്ടി. അപ്പോഴേക്കും അവനെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കില്ലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് മാക്സിമം ഡാമേജ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് കില്ലും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. നമ്മൾ നേരെ അവിടെ നിന്ന് മാറി കുറച്ച് ഫ്രണ്ട് പോകാനാണ്. ഫ്രണ്ട് മണിയെടുത്ത് എരിഞ്ഞിട്ട് കളിക്കും. അത് നമ്മൾ സപ്പോർട്ട് കൊടുത്ത് കളിക്കാനാണ് നോക്കുക. നമ്മൾ മാക്സിമം ഈ കളി അടിക്കാനായിട്ട് നോക്കുന്നത്. ഒരു നേരെടുത്ത് എറിഞ്ഞ് നമ്മൾ 3 നേരെ ഒരുമിച്ചെടുത്ത് എറിഞ്ഞ് കഴിച്ചു. അവൻ അപ്പോഴേക്ക് ഓടി അവൻ ഫ്രണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. റിപ്പയറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് 5 പേരേ ഉള്ളൂ. മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടപ്പോൾ മരത്തിൻ്റെ ബാക്കി കവർ എടുത്ത് ഫ്രണ്ട് കൊടുത്തിട്ട് അടിച്ച് നല്ല ഡാം കൊടുത്താൽ ഗ്രൂപ്പ് നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ ഡൗൺ ആയി നമ്മൾ അവനെ പൊക്കി വിട്ടിട്ടുണ്ട്. നമ്മൾ ഹീലിംഗ് ലിസ്റ്റിലേക്ക് അടിച്ചു തരാനാണ് മണി പറയുന്നത്. നമ്മൾ ഹീലിംഗ് ലിസ്റ്റിലേക്ക് അടിച്ചു കൊടുത്ത് നമ്മൾ ഫ്രണ്ട് ഒരു ഗ്രൂ ഇട്ട് മരത്തിൻ്റെ ബാക്കി ഒരു ടീമുണ്ട്. പിന്നെ ഫാക്ടറിയിൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേക്കും അവൻ വണ്ടി എടുത്തൊന്ന് പോയിട്ടുണ്ട്. നേരെ അടിക്കാനൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ 2 പേര് അടിച്ച് മൂന്നാകുന്നുണ്ട്. മാക്സിമം പുഷ് ചെയ്ത് നേരി ചെല്ലുകയാണ്. നമ്മൾ വൈപ്പോട്ട് എടുക്കുന്നത് ഒരുത്തനെ വേറെ എനിമി അടിച്ചു കൊന്നു. പിന്നെ അവന് ടീം ഒരുത്തിന് വന്നു. പൊക്കാൻ നോക്കുമ്പോൾ ബഗ് അടിച്ചിരിക്കുന്നത് ഗെയിം ഒന്നും ആവുന്നില്ലായിരുന്നു. എന്തോ ബഗ് അടിച്ച് ഇരിക്കുമായിരുന്നു. പൊക്കാൻ പറ്റില്ല. പിന്നെ 4 കില്ലും ആ ഗൈസ്. അപ്പോൾ അവസാനം ഒരുത്തനും കൂടെ അലൈവ്. അപ്പോൾ നമുക്ക് മാക്സിമം അടിക്കാനാണ്. അവൻ കണ്ടന്റ് പ്ലെയർ ആണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ ഫ്രണ്ട് ഒരു ഗ്ലൂ ഇട്ട് അവൻ വണ്ടാ പഠിക്കാനാണ് അവൻ നോക്കുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നു അവൻ്റെ കൈ SVDയും കാര്യങ്ങളൊക്കെയാണ് അവൻ ഹെഡ്ഷോട്ട് അടിക്കാനായിട്ട് നോക്കുന്നത്. 2 ഗ്ലൂ ഇട്ട് പയ്യെ സോണിനകത്തൂടെ കയറി വട്ടം അടിച്ച് അവനിന്ന് ഒരു പ്രോണം ഇട്ട് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണുമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ബൈ.